ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നയൻതാര, സിദ്ധാർത്ഥ്, മാധവൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസിനാണ് തയ്യാറെടുക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വർഷം തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല. കമ്മിങ് സൂൺ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കിൻഡ പ്രഗ്നന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ത്രില്ലർ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ നേരത്തെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് എന്ന പേരിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. GVM, പ്രിയ, ഭവാനി ശങ്കറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു കിടിലൻ മൂവിയാണ്. തെലുങ്ക് ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഒരു ആന്തോളജി മലയാളം മൂവിയാണ്. നീതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫസ്റ്റ് ഷോസ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. വോൾഫ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇപ്പോൾ മുതൽ ഈ സിനിമയുടെ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഷോർട്ട് ഫിലിമാണ്. അനൂജ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഓസ്കാർ നോമിനേറ്റഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമാണ്. ഫെബ്രുവരി മാസം 5-ാം തീയതി, അതായത് നാളെയാണ് ഈ സിനിമ ഈ ഒരു ഷോർട്ട് ഫിലിം നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ തുർക്കിഷ് ഡിറ്റക്റ്റീവ് എന്നാണ് സിനിമ സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ജിയോ സിനിമ വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതി ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ്. കോ ബാലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 8 എപ്പിസോഡ് അടങ്ങുന്ന ഒരു സീരീസാണ്. റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ട്. അടുത്തത് നമ്മുടെ ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാം ചരൺ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ഏറ്റവും വലിയൊരു ഡിസാസ്റ്ററായി മാറിയ സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിലറൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആമസോൺ പ്രൈമിന്റെ ഭാഗത്തു നിന്നും. ഫെബ്രുവരി മാസം 7-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മലയാളം, ഹിന്ദി ഡബ്ഡ് വേർഷന്റെ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കും ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.